നിങ്ങളുടെ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന ദൗർഭാഗ്യത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദിവസങ്ങളായിട്ട് ഒന്നും തന്നെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ലേ? നിങ്ങളുടെ ബെഡ്റൂമിലാണെങ്കിൽ പോലും വലിയ അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും സമാധാനവും ആകർഷിക്കുന്നതിനായി ഫംഗ്ഷുയി പറയുന്ന ചില കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വലിയ റിസൾട്ടുകൾ ഉണ്ടായേക്കാം. അതിനുവേണ്ടി ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എന്താണ് ഫംഗ്ഷുയി? ഫംഗ്ഷുയി ഒരു പുരാതന ശാസ്ത്രമാണ്. ഇതിന് ഏകദേശം 3500 വർഷത്തോളം പഴക്കമുണ്ട്. അതിന്റെ അർത്ഥം കാറ്റും വെള്ളവുമെന്നാണ്. പ്രകൃതിയുടെ ഊർജം ശരിയായ രീതിയിൽ ഒഴുകുന്നതിന് അനുകൂലമായ രീതിയിലാണ് ഫംഗ്ഷുയി പ്രിൻസിപ്പിളുകൾ പ്രവർത്തിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ സമാധാനവും ആരോഗ്യവും സമ്പത്തും നിലനിർത്താൻ ഈ ശാസ്ത്രം സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. പണത്തെ ആകർഷിക്കാനും സാമ്പത്തികമായി വളരാനും വേണ്ടിയാണ് പലരും ഫംഗ്ഷുയി അനുസരിച്ച് വീടും ഓഫീസും ക്രമീകരിക്കുന്നത്. നല്ല രീതിയിൽ ഫംഗ്ഷുയി പ്രിൻസിപ്പിളുകൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ലെവലുകൾ ഉയർത്താനും ആരോഗ്യം നിലനിർത്താനും നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫംഗ്ഷുയി ഉപയോഗിക്കേണ്ട പ്രധാന സ്ഥലമെന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറാണ്. നല്ല എനർജിയും ഭാഗ്യവും എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറിൽ നിന്നാണ്. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ അലങ്കോലമായി കിടക്കുന്നതെല്ലാം നീക്കം ചെയ്യുക എന്നതാണ്. ഷൂകളൊക്കെ വലിച്ചിടുന്നത് മാറ്റുക. കീസുകളും വാലറ്റുകളും നാണയങ്ങളുമെല്ലാം ചിതറിക്കിടക്കാതെ നോക്കുക. ഒരു ഷൂ ഓർഗനൈസർ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. കീസുകൾ വെക്കാൻ വേണ്ടി ഒരു ട്രേയും വാലറ്റുകൾ വെക്കാൻ വേണ്ടി ചെറിയ ബോക്സും ഒക്കെ ഉപയോഗിക്കുക. എല്ലാം നല്ല രീതിയിൽ തന്നെ അലങ്കരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ മുന്നിലത്തെ ഡോർ തുറക്കുമ്പോൾ ഒരിക്കലും നേരിട്ട് പിൻവാതിൽ കാണാൻ സാധിക്കരുത്. അങ്ങനെ കാണുകയാണെങ്കിൽ അത് വളരെ മോശം ഫംഗ്ഷുയി എന്നാണ് പറയുന്നത്. കാരണം അതിലൂടെ വീടിനുള്ളിൽ പ്രവേശിക്കുന്ന നല്ല ഊർജം ഉടൻ തന്നെ പുറത്തേക്ക് ഒഴുകിപ്പോകും. അതിനാൽ നിങ്ങൾ പുതിയ വീടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മുന്നിലത്തെ വാതിൽ തുറക്കുമ്പോൾ പിന്നിലുള്ള വാതിലുകൾ കാണാൻ പാടില്ലാത്തത് നോക്കി വേണം തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി ബാത്റൂമാണ്. ഫംഗ്ഷുയിയിൽ ഏറ്റവും മോശം ഊർജ്ജമുള്ള സ്ഥലം ആണ് ബാത്റൂം. കാരണം ഇവിടെയാണ് നമ്മൾ മാലിന്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നത്. ശരീരത്തിൽ നിന്നുള്ള നെഗറ്റീവ് എനർജിയെ വലിച്ചെറിയുന്നത് ഇവിടെയാണ്. അതിനാൽ തന്നെ അതിന്റെ ഊർജ്ജം വീട്ടിലാകെ ബാധിക്കാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ നിങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ ടോപ്പ് അടയ്ക്കുക. അതുപോലെ തന്നെ ബാത്റൂമിന്റെ ഡോർ എപ്പോഴും അടയ്ക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളും വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ തടയും. അടുത്തായിട്ട് ലിവിംഗ് റൂമാണ്. ഫാമിലിയൊക്കെ ഒത്തുചേരുന്ന ഒരു പ്രധാന സ്ഥലമാണ് ലിവിംഗ് റൂം എന്ന് പറയുന്നത്. അതിനാൽ ഇതിന്റെ ഫംഗ്ഷുയി അത്യന്തം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് കൂടുതൽ നാച്ചുറലായിട്ടുള്ള വെളിച്ചം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുക. ഇവിടെയുള്ള ജനാലകൾ തുറന്നിടുക. അതുവഴി നിലത്തുള്ള പഴയ ഊർജം പുറത്തേക്ക് പോവുകയും പുതിയത് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഫർണിച്ചറുകൾ ചതുരാകൃതിയിൽ ഓർഗനൈസ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സംഭാഷണത്തിന് സൗകര്യപ്രദമായ ഒരു രീതിയിലായിരിക്കണം അത് ഓർഗനൈസ് ചെയ്യേണ്ടത്. സോഫയും ചെയറുകളും തമ്മിൽ നേരിട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ വേണം വെക്കേണ്ടത്. കോഫി ടേബിൾ ആണെങ്കിൽ എല്ലാവരും ചുറ്റിയിരിക്കാവുന്ന സ്ഥലത്ത് വേണം വെക്കേണ്ടത്. ചെടികളാണെങ്കിൽ ഇൻഡോറിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും ലിവിംഗ് റൂമിലും ലോഞ്ചിലും കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി കിച്ചണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ എപ്പോഴും നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. കത്തികൾ നിങ്ങൾ കബിനിൽ സൂക്ഷിക്കുക. ട്രാഷ് ക്യാനുകൾ കണ്ണിൽ പെടാത്ത വിധത്തിൽ വേണം വെക്കേണ്ടത്. ഏറ്റവും നല്ലത് അടുക്കള ക്യാബിനറ്റിൽ വെക്കലാണ്, പ്രത്യേകിച്ച് സിങ്കിന്റെ അടിയിൽ. ഇത് നിങ്ങളുടെ വീടിന്റെ ഊർജം ഉയർത്തുകയും കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പഴങ്ങൾ സമൃദ്ധിയും ആരോഗ്യവും പ്രതിനിധീകരിക്കുന്നതാണ് എങ്കിൽ പോലും പഴങ്ങൾ ചീഞ്ഞവയാണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾ പുതിയത് വെക്കണം. ഇല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തായിട്ട് ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സമതുലിതമായ ഒരു ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെഡിന്റെ രണ്ട് സൈഡിലും നൈറ്റ് സ്റ്റാൻഡുകൾ ഉണ്ടായിരിക്കണം. അവ ഒരേപോലെയുള്ളതായിരിക്കേണ്ട കാര്യമില്ല എങ്കിൽ പോലും അവയുടെ വെയിറ്റ് ഒക്കെ തുല്യമായിരിക്കണം. കിടക്കയുടെ തലവശം എന്ന് പറയുന്നത് ജനലിന്റെ സൈഡിലാകാൻ പാടില്ല. കൂടാതെ ബെഡിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡോർ കാണാൻ സാധിക്കണം. ബെഡിന്റെ നേരെ കാണുന്ന തരത്തിൽ ഒരിക്കലും മിററുകളും ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തും സമാധാനവും ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.